പൗർണമിക്ക് ഭൂമി ഇരുട്ടിലാകും. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആകാശവിസ്മയത്തിന് ഉടൻ സാക്ഷികളാകാം. സൂര്യനെ പൂർണ്ണമായും മറച്ച് ചന്ദ്രൻ ഭൂമിക്ക് മുന്നിലെത്തുന്ന ആകാശവിസ്മയത്തിന് സാക്ഷിയാകാനാണ് ലോകം കാത്തിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ഇനിയൊരിക്കലും സംഭവിക്കാനിടയില്ലാത്ത അത്രയും ദൈർഘ്യമേറിയ പൂർണ്ണ സൂര്യഗ്രഹണമാണ് 2027 ഓഗസ്റ്റ് 2-ന് സംഭവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗ്രഹണമായിരിക്കും ഇതെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. ഈ അപൂർവ പ്രതിഭാസം കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് യാത്ര പ്ലാൻ ചെയ്യാൻ സഞ്ചാരികൾക്കും വാനനിരീക്ഷകർക്കും ഇത് പറ്റിയ സമയവുമാണ്. നൂറ്റാണ്ടിലെ ഗ്രഹണം എന്നാണ് ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം 2100 വരെ ഇനി ഇത്രയും ദൈർഘ്യമേറിയ ഒരു പൂർണ്ണഗ്രഹണം ഉണ്ടാകില്ല. ഇതിന്റെ പാരമ്യത്തിൽ ഏകദേശം 6 മിനിറ്റ് 23 സെക്കൻഡ് നേരം സൂര്യൻ പൂർണ്ണമായും മറയ്ക്കപ്പെടും. ഭൂമിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പരമാവധി ദൈർഘ്യത്തിന് തൊട്ടടുത്താണ് ഈ സമയം എന്നത് അതിന്റെ അപൂർവത വർദ്ധിപ്പിക്കുന്നു. താരതമ്യത്തിന് 2024 ഏപ്രിലിൽ നടന്ന പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ പരമാവധി ദൈർഘ്യം 4 മിനിറ്റ് 28 സെക്കൻഡ് മാത്രമായിരുന്നു. സൂര്യന്റെ തിളങ്ങുന്ന ബാഹ്യവലയമായ കൊറോണ സുരക്ഷിത ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യക്തമായി കാണാൻ ഈ സമയം ധാരാളമാണ്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരികയും സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഇത് പകൽ സമയത്തെ അല്പനേരത്തേക്ക് കൂരിരുട്ടിലാക്കും. സൂര്യൻ ചന്ദ്രനേക്കാൾ 400 മടങ്ങ് വലുതാണ്. എന്നാൽ അത് ചന്ദ്രനേക്കാൾ 400 മടങ്ങ് അകലെയുമാണ്. അതിനാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടും ഒരേ വലുപ്പത്തിൽ ആകാശത്ത് കാണപ്പെടുന്നു. 2027 ഗ്രഹണത്തിന് ഇത്രയും ദൈർഘ്യം ലഭിക്കുവാൻ കാരണം തികച്ചും കൃത്യമായ കോസ്മിക് അലൈൻമെന്റ് ആണ്. ചന്ദ്രൻ പെരിജിയിലായിരിക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണിത്. അതിനാൽ ചന്ദ്രൻ സാധാരണയിലും വലുതായി കാണപ്പെടുന്നു. സൂര്യൻ അപ്പീലിയനിലായിരിക്കുമ്പോൾ സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയായിരിക്കും. അതിനാൽ സൂര്യൻ സാധാരണയിലും അല്പം ചെറുതായി കാണപ്പെടും. വലുതായി കാണപ്പെടുന്ന ചന്ദ്രൻ ചെറുതായി കാണപ്പെടുന്ന സൂര്യനെ കൂടുതൽ സമയം മറച്ചുപിടിക്കാൻ സഹായിക്കുന്നതാണ് ഈ നൂറ്റാണ്ടിലെ ഗ്രഹണത്തിന് പിന്നിലെ ശാസ്ത്രം. സ്പെയിൻ, മൊറോക്കോ, അൾജീരിയ, ട്യൂണീഷ്യ, ലിബിയ, ഈജിപ്ത്, സൗദി അറേബ്യ, യമൻ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് ഗ്രഹണത്തിന്റെ പാത കടന്നുപോകുന്നത്. ഈജിപ്തിലെ പിരമിഡുകൾക്ക് മുകളിൽ വരെ ഈ ഗ്രഹണം ദൃശ്യമാകുമെന്നത് ഇതിന്റെ മാറ്റു കൂട്ടുന്നു. പക്ഷേ ഈ അപൂർവ ആകാശവിസ്മയം പൂർണ്ണരൂപത്തിൽ കാണാനുള്ള ഭാഗ്യം ഇത്തവണ ഇന്ത്യക്കാർക്കുണ്ടാകാനിടയില്ല. ഗ്രഹണത്തിന്റെ പാത കടന്നു പോകുന്നത് സ്പെയിൻ, വടക്കൻ ആഫ്രിക്ക, അറേബ്യൻ പെനിൻസുല എന്നിവിടങ്ങളിലൂടെയാണ്. ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇതൊരു ഭാഗിക സൂര്യഗ്രഹണമായി ദൃശ്യമാകും. സൂര്യന്റെ ഒരു ചെറിയ ഭാഗം മാത്രം കറുത്ത വൃത്തം പോലെ മറയ്ക്കപ്പെടുന്ന കാഴ്ചയാകും നമുക്ക് കാണാൻ സാധിക്കുക.